പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആയുസ്സിൽ കാണാത്തൊരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ, കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല അവകാശത്തിനായി, ഒപ്പം തന്നെ കർത്താവ് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്മകൾക്കുമായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനോട് ഹല്ലേലൂയ, നമുക്ക് ധരിപ്പാൻ വസ്ത്രവും, ഭക്ഷിപ്പാൻ ആഹാരവും, ശ്വസിപ്പാൻ വായുവും, കുടിപ്പാൻ വെള്ളവും, നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തന്ന കർത്താവിനോട് നമ്മുടെ ഹൃദയം നിറഞ്ഞ് നന്ദിയും സ്നേഹവും കരയറ്റിക്കൊണ്ട് പ്രാർത്ഥനയോടെ ഇന്ന് പ്രഭാതത്തിൽ വചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ആധാരമായി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ലാതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. മനോഹരമായ വാക്യമാണ്. അത് നല്ല എന്താ പറയുന്നത്, നമുക്ക് ഈ ദിവസങ്ങളൊക്കെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചിന്തിച്ചൊരു വാക്യമാണ്. ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന വാക്യമാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്. യുദ്ധമെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഇപ്പോൾ നടക്കുന്ന അമേരിക്ക ഇറാൻ യുദ്ധമോ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധമോ ലെബനോൻ യുദ്ധമോ അതുപോലൊരു യുദ്ധമല്ല. ഈ മിസൈലും പേട്രിയറ്റ് മിസൈലും F-15 F-16 മിറാഷ് 2000 ഒക്കെ തുടങ്ങിയുള്ള F-35 വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധമല്ല, യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് യുദ്ധമല്ല, മറിച്ച് നമുക്കെതിരായിട്ട് വരുന്ന ശത്രുക്കളോ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഒക്കെ അതിനകത്തുണ്ട്. അപ്പം ഈ പ്രതിസന്ധികളോ ഈ ബുദ്ധിമുട്ടുകളോ അതിൻ്റെ മേൽ വരുമ്പോൾ, അത് വിശദമായിട്ട് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ, അതിൻ്റെ മേൽ വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക് യിരെമ്യാവിനോട് പറയുന്ന വാക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് യിരെമ്യാവിനോട് പറഞ്ഞു, നീ ബാലൻ എന്ന് പറയരുത്, നീ ബാലനാണെന്ന് നീ പറയരുത്, നിന്നെ ഗർഭത്തിന് മുമ്പേ അഭിഷേകം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഈ ജനതയെ പേടിക്കണ്ട, ഞാൻ നിന്റെ നാവിൽ പ്രവാചകന്റെ അഭിഷേകം തന്നിരിക്കുക. എന്നിട്ട് പറയുകയാണ് ഈ വാക്യത്തിൻ്റെ ഒട്ടും പറയുന്നത്, ഞാൻ നിന്നെ താമ്ര ഭിത്തിയാക്കി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇരുമ്പ് തൂണാക്കി വെച്ചിരിക്കുന്നു. അതിന്റെ പ്രത്യേകത, ഇങ്ങോട്ട് ഒരു ബ്രാസ്, അതിങ്ങനെ യുദ്ധം ചെയ്ത് വന്ന താമ്ര തൂണിനൊന്നും പറ്റത്തില്ല, ഇരുമ്പ് ഓടാമ്പലിനൊന്നും പറ്റത്തില്ല. അതിന്റെ താഴെ എടുത്തിരിക്കുന്ന വാക്യമാണ് 10-ാമത്തെ ഏറ്റവും അവസാനത്തെ വാക്യമാണ് നമ്മൾ കണ്ടത്. അവൻ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ലാതാനും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ലാതാനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു മനോഹരമായ വാക്യമാണ്, അവസാനത്തെ വാക്യമാണ്. ഇതിനകത്തൊരു ചെറിയൊരു കോൺട്രഡിക്ഷൻ പോലെ, അല്ലെങ്കിൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. അവർ നിന്നോട് യുദ്ധം ചെയ്യും. ഈ അവർ നിന്നോട് യുദ്ധം ചെയ്യുന്ന ആളുകളെ ദൈവത്തിന് അങ്ങ് മാറ്റിയാൽ പോരെ? ദൈവം തമ്പുരാൻ പറയുന്നൊരു വാക്കാണ്, അവർ നിന്നോട് യുദ്ധം ചെയ്യും. അവർ വന്ന് നിന്നോട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യാൻ വരുമ്പോൾ യുദ്ധം അങ്ങ് മാറ്റി വെച്ചാൽ പോരെ? യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളെ അങ്ങ് ഇല്ലാതാക്കിയ പോലെ. ഇല്ല, അവർ നിന്നോട് യുദ്ധം ചെയ്യുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. നിന്നെ ജയിക്കില്ല, യുദ്ധം നടക്കും. യുദ്ധത്തിൽ ജയവും തോൽവിയും ഉണ്ടാകും. അവർ തോക്കും, നീ ജയിക്കും. കേട്ടോ വാക്ക്, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നീ ജയിക്കില്ലാതാനും. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, യുദ്ധത്തിൻ്റെ ആ സെനാരിയോ അങ്ങ് മാറ്റാമല്ലോ, യുദ്ധത്തിൻ്റെ ആ ഒരു ഫീൽഡ് അങ്ങ് മാറ്റാം, ഈ യുദ്ധഭൂമി അങ്ങ് മാറ്റിവെക്കാം. യുദ്ധം വേണ്ട, യുദ്ധമില്ലാതെ ദൈവത്തിനാക്കാൻ പറ്റുമല്ലോ. ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ ഇല്ല, അങ്ങനെയല്ല ദൈവം തമ്പുരാൻ പറയുന്നത് എങ്ങനെയാ? അവർ നിന്നോട് യുദ്ധം ചെയ്യും. നീ വേണ്ട എന്ന് വിചാരിച്ചാലും, നീ ഒരു ആത്മീകനാണെങ്കിൽ, നീ ഒരു ദൈവത്തിലാണെങ്കിൽ അവർ നിന്നോട് യുദ്ധം ചെയ്യും. എന്നാൽ ഒരു ഉറപ്പ് തമ്പുരാൻ പറയാ, നിന്നെ ജയിക്കയില്ലാതാനും. നിന്നെ ജയിക്കില്ല, നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷേ നിന്നെ യുദ്ധത്തിൽ ജയിക്കയില്ലാതാനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ബാക്കി കേട്ടെ, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യും, അവർ നിന്നോട് യുദ്ധം ചെയ്യും. അവർ വരും, ഒരു വലിയ യുദ്ധം നടക്കും, യുദ്ധം ചെയ്യും. എന്നാൽ നിന്നെ ജയിക്കില്ലതാനും. നിന്നെ ജയിക്കുകയില്ല. നിന്നെ ജയിക്കാതിരിക്കുന്ന നിന്റെ കഴിവും നിന്റെ മിടുക്കുമല്ല, നിന്റെ കയ്യിലുള്ള ആയുധത്തിന്റെ ബലമല്ല, നിന്റെ കയ്യിൽ അമേരിക്കയുടെ പോലെയുള്ള മിസൈലുകൾ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല നീ ജയിക്കുന്നത്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ഉറപ്പാണ് ദൈവത്തിലെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടുന്നതും നമുക്ക് കിട്ടിയിരിക്കുന്നതും അത് തന്നെയാ. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം ഒന്ന് ഉറച്ചു വിശ്വസിച്ച്, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. കുഞ്ഞെ, നിന്നെ രക്ഷിക്കാൻ, നിന്നെ വിടുവിക്കാൻ, നിന്റെ കരം പിടിക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ രക്ഷിപ്പാൻ, നിന്നെ വിടുവിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന്
പ്രഭാതത്തിൽ നീ ഒന്ന് ഉറച്ചു വിശ്വസിച്ചേ, നിന്നെ രക്ഷിപ്പാൻ നിന്നെ വിടുവിപ്പാൻ യഹോവ നിന്നോട് കൂടെയുണ്ട്. ഈ വചനം ഒന്ന് കേട്ടെ, അവർ നിന്നോട് യുദ്ധം ചെയ്യും. അവർ വരും, നിന്നോട് യുദ്ധം ചെയ്യും. പക്ഷെ ഒരു ഉറപ്പ് പറയാം, നിന്നെ ജയിക്കില്ലതാനും. അവർ വരും, നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ലതാനും. നിന്നെ രക്ഷിപ്പാൻ നിന്നെ വിടുവിപ്പാൻ യഹോവ നിന്നോട് കൂടെയുണ്ട്. നിന്നെ വിടുവിപ്പാൻ നിന്നെ രക്ഷിപ്പാൻ യഹോവ നിന്നോട് കൂടെയുണ്ട്. ഈ വചനം ഹൃദയത്തിലേക്കൊന്ന് മാറോട് ചേർത്ത് വെച്ച്, ഹൃദയത്തിനകത്തോട്ട് ചേർത്ത് വെച്ച് ഈ വചനം ആത്മാവിലും ഏറ്റെടുത്തേ. ഈ വചനം ഉറപ്പാണ്, ഈ വചനം ജീവനാണ്, ഈ വചനം ശക്തിയാണ്. ഈ വചനം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുമെന്ന് പറയുന്നത് പോലെ കുഞ്ഞെ, ഈ വചനവുമായിട്ട് നീ സഞ്ചരിക്കാവുള്ളൂ. ഈ വചനത്തിന് ഉറപ്പോടെ നീ പോകാവുള്ളൂ. ഈ വചനം ശക്തിയായി, ഈ വചനം ബലമായി, ഈ വചനം ജീവനായി നിനക്ക് ഭവിക്കട്ടെ. ഈ വചനം പറയുന്നത് അവർ നിന്നോട് യുദ്ധം ചെയ്യും. നീ ഭയപ്പെടണ്ടെന്നേ, നീ ഭയപ്പെടണ്ട. യുദ്ധം കണ്ട് നീ ഭയപ്പെടണ്ട. അവർ നിന്നോട് യുദ്ധം ചെയ്യും. നീ വേണ്ടെന്ന് വെച്ചാലും അവർ യുദ്ധം ചെയ്യും. നീ ആത്മീയനായതുകൊണ്ടാ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. നീ ഒരു ദൈവ പൈതലായതുകൊണ്ടാ, നീ ദൈവത്തിന്റെ മകനായതുകൊണ്ട് അവർ നിന്നോട് യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്യും. പക്ഷേ നിന്നെ ജയിക്കയില്ലാതാനും. ഹല്ലേലൂയ. നിന്റെ നേരെ വന്ന് യുദ്ധം ചെയ്യുന്ന അവർ നിന്നെ ജയിക്കയില്ല, നിന്നെ ജയിക്കയില്ല താനും. നിന്നെ വിടുവിപ്പാൻ നിന്നെ രക്ഷിപ്പാൻ യഹോവ നിന്റെ കൂടെയുണ്ട്. കൂടെ നടക്കുന്നൊരു ദൈവത്തിന്റെ കരമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തിന്, ഈ പകലില്, ഈ പ്രഭാതത്തിന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരുറപ്പോടെ പറയാം, നിന്നെ വിടുവിപ്പാൻ നിന്നെ രക്ഷിപ്പാൻ യഹോവ നിന്നോട് കൂടെയുണ്ട്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, തൃക്കരങ്ങൾ സമർപ്പിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവപാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദൃശ്യമാകുന്ന ദൈവ സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്നു. ദൈവകരം കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. ദൈവകരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അസാധാരണമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ജനത്തിന് കൈമാറുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ലാതാനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഒരുമിച്ച് കർത്താവെ, ഒരുമിച്ച് എല്ലാവരെയും സമർപ്പിക്കുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനം അങ്ങനെ തന്നെ ചിരത്തിൽ കൈമാറുന്നു. കർത്താവ് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ദൈവകരം കൂടെയുള്ളതിനായി സ്തോത്രം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും. തൃക്കരങ്ങളിൽ സമർപ്പിക്കും. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം. സകലമാനവും മഹത്വത്തോടെ എടുക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചിറകടിയിൽ അവിടെ ഇവിടങ്ങളായി നമ്മളെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.